ഇപ്പൊ അവസാനിക്കില്ല. ആ യുദ്ധം അവസാനിക്കുന്നത് ഇസ്രായേലിന്റെ സെക്കൻഡ് ഞാൻ പ്രവചിച്ച ഒരു പല കാര്യങ്ങളിൽ 2026, 27, 28 സമാധാനം ഉണ്ടാവില്ല എന്നാണ്. പുതിയൊരു വൈറസ് വരുന്നുണ്ട്. അത് പല രാജ്യങ്ങളും അത് കീഴടക്കും. നദീതീരങ്ങളെ കണക്ട് ചെയ്യുന്ന പ്രൊജക്ട്, ആ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ്. ആ യുദ്ധം തീരണമെങ്കിൽ ഇനിയും 2027 ആവണം അർത്ഥം. അത് തീരില്ല എന്നർത്ഥം. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ഇപ്പൊ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് അവസാനിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇപ്പൊ അവസാനിക്കില്ല. ആ യുദ്ധം അവസാനിക്കുന്നത് ഇസ്രായേലിന്റെ സെക്കൻഡ് പ്രവാസം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കേരളത്തിലെ ആശുപത്രിയിൽ മുഴുവൻ വാങ്ങിച്ചല്ലോ, SRK ഗ്രൂപ്പൊക്കെ കൂടി വാങ്ങിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത ഒരു യുദ്ധം കൂടി ഞാൻ പ്രവചിച്ച ഒരു പല കാര്യങ്ങളിൽ 2026, 27, 28 സമാധാനം ഉണ്ടാവില്ല എന്നാണ്. അടുത്തൊരു വൈറസ് കൂടി ഇനി പ്രവചനം തന്നെ പുതിയൊരു വൈറസ് വരുന്നുണ്ട്. അത് പല രാജ്യങ്ങളും അത് കീഴടക്കും. അങ്ങനെ വരും. ലോക്ക്ഡൌണും കാരണം ഇല്ലെങ്കിലും പല രാജ്യങ്ങളും കീഴടക്കും. ഇപ്പൊ ഈ അടുത്ത് തന്നെ അടുത്ത 2 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ യുദ്ധം നിൽക്കും എന്ന് പറയുന്നുണ്ട്. എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞത് ഇതൊന്നും നിൽക്കാൻ പോണില്ല. എന്തുകൊണ്ടാണ് യുദ്ധം നടക്കുന്നതും ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നും ഇത് എപ്പോഴും അവസാനിക്കാമെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാജ്യത്തിന്റെ, ഇപ്പൊ യുദ്ധം നടക്കുന്ന രാജ്യത്തിന്റെ അവരുടെ നിബന്ധനകൾ, ആ നിബന്ധന അംഗീകരിച്ചാൽ മാത്രമാണ് അവർ ഇത് നിർത്തുള്ളൂ. അപ്പോൾ ഹോർമസ് കടലെടുക്കൊക്കെ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇപ്പൊ ഈ ഭരണം മാറിയതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന, അതായത് അപകടങ്ങളും കാരണം എനിക്ക് ഞാൻ അങ്ങനെ ഇപ്പൊ പ്രവചിക്കാറില്ല കേട്ടോ. കാരണം അത് നമുക്ക് തന്നെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് ഈ അപകടങ്ങളും കാരണം പ്രവചിക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കടല്, അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം കടൽ എന്ന് പറയുന്ന മീനം എന്ന് പറയുന്ന കള്ളിയിൽ പോയിരിക്കുന്നത് കൊണ്ട് കടലുമായി ബന്ധപ്പെട്ടും വെള്ളവുമായി ബന്ധപ്പെട്ടും ജലവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ നടക്കുക. അപ്പൊ ചോദിക്കും, എന്താ പ്രശ്നങ്ങൾ മാത്രം പറയാനുള്ളൂ? അല്ല, ഇനി നടക്കുന്ന മാസങ്ങളിൽ, ഇനി വരുന്ന 6 മാസം 7 മാസത്തിനുള്ളിൽ തന്നെ നദീതീരങ്ങളെ കണക്ട് ചെയ്യുന്ന പ്രൊജക്ട്, ആ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നദീതീരങ്ങൾ ഇനിയിപ്പോ ട്രാവലിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി, ട്രാഫിക്കും കാര്യങ്ങളും. അപ്പൊ ഇനി ഈ സൈഡ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് നദികളിലൂടെയാണ്. അപ്പൊ കേരള പല നദികളെയും കണക്ട് ചെയ്തുകൊണ്ട് നദികളിലൂടെ ബോട്ട് ഗതാഗതം, അതിലേക്കാണ് ഇപ്പൊ അടുത്ത ചുവടുവെപ്പ്. അതാണ് ഇനി ടൂറിസം കൂടി അതിലൂടെ ഉൾപ്പെടുത്തി അത് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഭവിക്കും. പിന്നെ കടലിലുള്ള പ്രശ്നം, ആ യുദ്ധം തീരണമെങ്കിൽ ഇനിയും 2027 ആവണം അർത്ഥം. അത് തീരില്ല എന്നർത്ഥം. ആ ശനിഗ്രഹം എപ്പോഴാണോ മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് പോണത്, അപ്പോഴാണ് ഇത് മാറുള്ളൂ എന്നർത്ഥം.